കെ.പി.സി.സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ കോഴിക്കോട് കുറ്റ്യാടിയിൽ പോസ്റ്റർ. വിദ്യാബാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം പി ജയരാജനെ സഹായിക്കാനാണെന്നാണ് പോസ്റ്ററിൽ. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. കെ.ആർ. സാജു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സാജു, വലിയ പ്രതിഷേധമാണോ ഉയരുന്നത്? എന്തൊക്കെ വിമർശനങ്ങളാണ് ഈ പോസ്റ്ററിലുള്ളത്? സായികുമാർ, വടകരയിലെ സ്ഥാനാർത്ഥിയായി വിദ്യാബാലകൃഷ്ണനെ പരിഗണിക്കുന്നു എന്ന ഘട്ടം വരികയും അതിന് മുൻതൂക്കമുണ്ട് എന്ന് മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്നും വലിയ പ്രതിഷേധമുയർന്നു വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കെ.പി.സി.സി നേതൃത്വത്തെ ലക്ഷ്യമിട്ട് പോസ്റ്ററുകൾ വടകര മണ്ഡലത്തിൻ്റെ ഭാഗമായ കുറ്റ്യാടിയിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വടകരയിൽ ജയരാജൻ ഒത്താശയ്ക്ക് ചരട് വലിക്കുന്ന പാർട്ടി നേതൃത്വം പുനർവിചിന്തനം നടത്തണമെന്നും വടകരയിൽ വിദ്യാബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയാവേണ്ട എന്നും കോൺഗ്രസ് നേതൃപാപ്പരത്വം അവസാനിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വ്യാപകമായി കുറ്റ്യാടി ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററുകളിൽ പറയുന്നത്. ഇതിന് സമാന്തരമായി തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി വടകരയുടെ കാര്യത്തിൽ കോൺഗ്രസിൽ സംഭവിക്കുന്നു എന്നാണ് നമുക്ക് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലം കമ്മിറ്റികളും വിദ്യാബാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയായി വേണ്ടതില്ല എന്ന് കെ.പി.സി.സി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. ഒപ്പം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായ 13 മണ്ഡലം കമ്മിറ്റികൾ ശക്തരായ സ്ഥാനാർത്ഥികൾ കൊണ്ടുവന്നില്ലെങ്കിൽ വിദ്യാബാലകൃഷ്ണനെ പോലുള്ള സ്ഥാനാർത്ഥികളാണ് വരുന്നതെങ്കിൽ തങ്ങൾ രാജിവെക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ കെ.പി.സി.സി നേതൃത്വത്തിന് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇത്തരത്തിൽ വലിയ പ്രതിഷേധം വടകരയിലെ കോൺഗ്രസിൽ നിന്ന് ഉയരുന്നു. ജയരാജന് ഒത്താശ ചെയ്യുന്ന രീതിയിലാണ് നേതൃത്വം പ്രവർത്തിക്കുന്നതെന്ന വളരെ ശക്തമായ ആക്ഷേപമാണ് പോസ്റ്ററുകളിലൂടെയും മറ്റും പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിലാണ് ഈ പോസ്റ്ററുകൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള അതൃപ്തിയാണ് പ്രധാനമായും ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണം എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രാദേശികമായ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ പൊതുവികാരം. അത്തരം ഒരു സാഹചര്യം ഇല്ലാതിരിക്കുകയും പി ജയരാജനെതിരെ ശക്തരായ സ്ഥാനാർത്ഥികളുടെ പേരുകൾ മുന്നോട്ട് വയ്ക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അത് വടകരയിലെ കോൺഗ്രസിനുള്ളിലെ പ്രതിഷേധവുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്ത വിദ്യാബാലകൃഷ്ണന്റെ പേര് ഇപ്പോൾ തൽക്കാലം ഉയരുന്നില്ല. അതിനു പകരം അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ അടക്കമുള്ള ജില്ലയിൽ തന്നെയുള്ള മറ്റ് നേതാക്കളുടെ പേര് കൂടി ഉയർന്നു വരികയാണ്. ഇത്തരം പേരുകൾ ഉയർന്നു വരുമ്പോഴും സ്വാഭാവികമായും ഈ പ്രതിഷേധം തുടരാൻ തന്നെയായിരിക്കുമോ സാധ്യത? പ്രവർത്തകരുടെ വികാരം എന്നുള്ളത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അല്ലെങ്കിൽ അത്രത്തോളം തന്നെ കരുത്തനായ സംസ്ഥാന തലത്തിലെ തന്നെ മുഖ്യ ഒരു നേതാവ്, അത്തരത്തിൽ ഉള്ള ആളുകൾ തന്നെ സ്ഥാനാർത്ഥിയായി വരണമെന്നാണോ പ്രവർത്തകർ പറയുന്നത്? സായികുമാർ, വിദ്യാബാലകൃഷ്ണന്റെ പേര് ഇന്നലെയായിരുന്നു ഏറ്റവും സജീവമായ ചർച്ചകൾ മുഴങ്ങിയിരുന്നത്. അതിനെ തുടർന്നാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഇത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷമായിരുന്നു കെ.പി.സി.സി സെക്രട്ടറിയായ അഡ്വക്കേറ്റ് പി പ്രവീൺ കുമാറിന്റെ പേര് കൂടി സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത്. വടകരയിൽ നിന്നുള്ള സാധ്യതാ പട്ടികയിൽ പി പ്രവീൺ കുമാറിന്റെ പേര് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കെ.പി.സി.സിയിലെ ഉന്നത നേതാക്കൾ തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. അതിനു മുന്നേ ആയിരുന്നു ഇത്തരത്തിൽ ഒരു പ്രതിഷേധമുണ്ടായത്. പക്ഷേ വടകരയിലെ പ്രവർത്തകരുടെ വികാരം പരിശോധിച്ചാൽ അവർ അത്തരം കാര്യങ്ങൾ കൊണ്ട് തൃപ്തരല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ പി ജയരാജനെ പോലെയുള്ള വളരെ ശക്തനായ CPM-ന്റെ സ്ഥാനാർത്ഥി, ഒപ്പം വൈകാരികമായി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി മറുപക്ഷത്ത് നിൽക്കുന്നു. അപ്പോൾ ദുർബലരായ സ്ഥാനാർത്ഥികളെ പറ്റില്ല, വളരെ ശക്തരായ സ്ഥാനാർത്ഥി, അതേ നാണയത്തിൽ നേരിടാൻ കഴിയുന്ന ശക്തിയുള്ള സ്ഥാനാർത്ഥികൾ, മുല്ലപ്പള്ളിയെ പോലെയുള്ള 2 തവണ അവിടെ നിന്നും മത്സരിച്ച് ആ സീറ്റ് അട്ടിമറി വിജയം നേടിയിട്ടുള്ള സ്ഥാനാർത്ഥി ഉള്ളപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ മാറി നിന്നുകൊണ്ടല്ല ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശികമായി പ്രവർത്തകരുടെ വികാരം. ആ വികാരമാണ് ഇപ്പോൾ പോസ്റ്ററുകളിലൂടെ പ്രതിഫലിക്കുന്നത്. അത്തരത്തിൽ വികാരം താഴെത്തട്ടിൽ അലയടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ കമ്മിറ്റികൾ കെ.പി.സി.സി നേതൃത്വത്തിന് തങ്ങളുടെ അതൃപ്തി, ഇപ്പോഴുള്ള സാധ്യതാ പട്ടികകളായി കേൾക്കുന്നവയിൽ കുറിച്ചുള്ള അതൃപ്തികൾ അറിയിച്ചിരിക്കുന്നത്. അവർ മുതിർന്ന നേതാക്കൾ, അതുപോലെ അല്ലെങ്കിൽ വലിയ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന നേതാക്കളെയാണ് സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഒരു കാര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ പോലും വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്നായിരുന്നു വടകര പാർലമെന്റിലെ UDF-ന്റെ കൺവെൻഷൻ നിശ്ചയിച്ചിരുന്നത്. ആ കൺവെൻഷൻ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മാറ്റിവെക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി. സ്ഥാനാർത്ഥിയില്ലാതെ എന്ത് കൺവെൻഷൻ എന്ന ചോദ്യങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു DCC നേതൃത്വത്തിന് അത്തരമൊരു തീരുമാനം എടുക്കേണ്ടി
നൽകേണ്ടി വന്നത്. ഔദ്യോഗികമായ വിശദീകരണം സിറ്റിംഗ് എം പിയായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥി നിർണയവുമായുള്ള തിരക്കുകളിൽ ഡൽഹിയിലായതിനാൽ കൺവെൻഷൻ മാറ്റിവെച്ചു എന്നായിരുന്നു വിശദീകരണം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് വലിയ വികാരം പ്രവർത്തകർക്കിടയിൽ നിന്നും അത് DCC അടക്കമുള്ള നേതൃതലങ്ങളിലേക്ക് എത്തുകയായിരുന്നു. ആ പശ്ചാത്തലത്തിലായിരുന്നു ഇന്ന് നടത്താനുള്ള കൺവെൻഷൻ UDF വടകരയിലേത് ആദ്യം മാറ്റിവെച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാ ബാലകൃഷ്ണൻ എന്ന സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞ് അത്തരമൊരു സ്ഥാനാർത്ഥി ഇവിടേക്ക് വേണ്ട എന്നും ഇപ്പോൾ KPCC നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജയരാജന് ഒത്താശ ചെയ്യുന്ന പരിപാടിയാണ് എന്നും ഒക്കെ പറയുന്ന പോസ്റ്ററുകൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം, പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് പോകുന്നു കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറയേണ്ടി വരും. അതായത് വടകരയിൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണം. P ജയരാജനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ CPM അവതരിപ്പിക്കുമ്പോൾ അത്ര തന്നെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പോസ്റ്ററിലൂടെ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരായ വിമർശനവും അവർ ഉന്നയിക്കുന്നു.